ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് സോൺ. കുറേ ദിവസങ്ങൾക്ക് നല്ല കുറേ മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. ചെടികളൊന്നും കറക്റ്റായിട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ട് ആകെ ഭംഗിയില്ലാതെ നിൽക്കുകയാണ്. എല്ലാ ചെടികളും റീപ്ലാന്റിങ്ങിനായിട്ടുണ്ട്. കുറേ വെട്ടിക്കളയാനുണ്ട്, കുറച്ചൊക്കെ റീപ്ലാന്റ് ചെയ്യാനുണ്ട്, കുറേയൊക്കെ കേടുവന്ന് പോയി, അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടെയാണ് ഈ വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് ഇത് നിൽക്കുന്ന അവസ്ഥയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആകെ ഇങ്ങനെ റീപ്ലാന്റ് ചെയ്യാനുള്ളതും കുറച്ചൊക്കെ കേടുവന്ന് പോയതും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കലാത്തിയ പ്ലാന്റൊക്കെ ചട്ടികളിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ചിലതൊക്കെ വളർച്ച മുരടിച്ച് നിൽക്കുകയാണ്. ചെടിച്ചട്ടിയിലാവുമ്പോൾ നമ്മൾ വളം ചെയ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളരാൻ ഉള്ള സാഹചര്യം ഇല്ലാതെയാവല്ലേ. പിന്നെ ഇപ്പോൾ ഈ വേനൽക്കാലം കഴിഞ്ഞതിൻ്റെ ഒരു സങ്കടകരമായ അവസ്ഥയുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടെ ഒന്നിങ്ങനെ ജീവൻ വെച്ച് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം എന്നാൽ ഇതൊക്കെ ചെടിച്ചട്ടിയിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കുറേ തൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റീപ്ലാന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ മോൺസ്റ്റർ പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയിൽ നിന്നിരുന്നൊരു പ്ലാന്റാണ്. പക്ഷെ ഇപ്പോൾ വളം കുറവായതുകൊണ്ടൊക്കെ അതാകെ ക്ഷീണിച്ച അവസ്ഥയിലായി. അപ്പോൾ ഒന്ന് റീപ്ലാന്റ് ചെയ്തേ മതിയാവോ എന്നുള്ള അവസ്ഥയിലാണ് ഈ മോൺസ്റ്റർ പ്ലാന്റൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ചിലരൊക്കെ വളം കിട്ടാതെ ക്ഷീണിച്ചും മുരടിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റ് മാക്സിമം ഉയരം വെച്ചിട്ടുണ്ട്. പക്ഷെ വെട്ടാൻ തോന്നാറില്ല. കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു ചെടിയാണ്. ഇന്ന് ഒന്ന് വെട്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു റീപ്ലാന്റ് ചെയ്യാതെ വലുതാവില്ല. ഇത് നമ്മുടെ അരേലിയ പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പോൾ അതൊക്കെ കുറച്ച് കൊമ്പും ചില്ലയൊക്കെ നീളം വെച്ച് ഒന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ അത് വെട്ടാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. 2 തരം അരേലിയ പ്ലാന്റാണ് എൻ്റെ അടുത്തുള്ളത്. ഒന്ന് ഈ വെള്ളയും പച്ചയും, പിന്നെ പച്ച മാത്രമായിട്ടുള്ളതും. രണ്ടും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അതിങ്ങനെ ഉയരത്തിൽ പോവാതെ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ബോളായിട്ട് നിർത്തുകയൊക്കെ ആണെങ്കിലാണ് കുറച്ചുകൂടെ ഭംഗി. ഇപ്പോൾ ഇത് ഈ വെട്ടലിൻ്റെ കുറവ് കൊണ്ട്, പ്രൂണിങ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ അത്ര ഭംഗിയില്ലാതെയത്. പിന്നെ നമ്മുടെ ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പു മാക്സിമം ഉയരത്തിലെത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വെട്ടിയിട്ട് നമുക്ക് റീപ്ലാന്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് വെട്ടിക്കളയാതെ അങ്ങനെ അതിനെ അവിടെ പിടിച്ച് നിർത്തിയിറക്കുകയാണ്. ചട്ടിയിലൊക്കെ നിറയെ വേര് വന്നിട്ട് മണ്ണൊട്ടും ഇല്ലാത്ത അവസ്ഥയിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ റീപ്ലാന്റ് ചെയ്യാനുള്ള സമയമായാലാണ് അത് വെട്ടുള്ളൂ വെച്ചിട്ട്. അപ്പോൾ ഞാനൊന്ന് മണ്ണും ചട്ടിയൊന്നും റെഡി ആവാത്തതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. ഈ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഇലയാണ്. ഒരു 2 എണ്ണമൊക്കെ ഒരു ചെടിച്ചട്ടിയിലുണ്ട് വെച്ചെങ്കിൽ നിറഞ്ഞു നിൽക്കും ആ ചെടിച്ചട്ടി. വേഗം ഒരു 3-4 മാസം കൊണ്ടൊക്കെ നിറയെ തൈകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പൂവ് വൺസിൻ്റെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് പൂവിടുന്നുള്ളൂ. നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയാലാണ് അതിന് പൂവുണ്ടാവുന്നത്. പക്ഷേ ഇല കാണാനും നല്ല ഭംഗിയാട്ടോ. നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ടുള്ള ഇലയാണ്. ഇപ്പോൾ ഒരു 4-5 ചട്ടി ഉണ്ടെച്ചെങ്കിൽ നമുക്ക് ഒത്തിരി ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണത്. ശരിക്കും ഡാഫോഡിൽസിൻ്റെയൊക്കെ അതേപോലെയാണ് അതിൻ്റെ പൂവ്. പക്ഷെ ഇത് നിറച്ച് കൊലയായിട്ടാണ് ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ ഉള്ളത് കുറച്ച് സ്നേക്ക് പ്ലാന്റ്സ് ആണ്. മെയിൻ്റനൻസ് കുറവ് മതി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അന്ന് വെച്ചതായിരുന്നു. സ്നേക്ക് പ്ലാന്റിനൊക്കെ നമുക്ക് വെള്ളം കുറച്ച് മതി, വളം കുറച്ച് മതി. അപ്പോൾ മെയിൻ്റനൻസ് ഒന്നും പ്രത്യേകിച്ച് ആവശ്യം വരില്ലല്ലോ എന്ന് വെച്ച് അങ്ങനെ ചെയ്താൽ. ഈ ചെടി നീലക്കൊടുവേലിയാണെന്നും പറയുന്നുണ്ട്. ചിലർ നീലത്തെച്ചി എന്നും പറയാറുണ്ട്. ഇതൊരു കമ്പ് കൊടുന്ന് വെച്ചതാണ്. ഒരു പ്രാവശ്യം നിറയെ പൂവൊക്കെ ഉണ്ടായി. പിന്നെ ഇത് വെട്ടിക്കൊടുത്തപ്പോൾ രണ്ടാമതും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.